ചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ പ്രചോദയാത്. സ്കന്ദമഹാപുരാണം സംഭവ കാണ്ഡം. ഭഗവാന്റെ പുത്രിയായി ആ ജഗദംബിക പാർവതിയായി അവതരിച്ചു. ആ പാർവതീ ദേവിയുടെ ബാല്യകാലമെല്ലാം വർണ്ണിച്ചു. പിന്നീട് ശിവഭജനം ആരംഭിക്കുന്നു. അങ്ങനെയിരിക്കെ ദേവന്മാർ കാമദേവനെ നിയോഗിക്കുകയാണ്. ഭഗവാൻ പാർവതിയെ പരിണയിച്ചാൽ മാത്രമേ ശിവപുത്രൻ അവതരിക്കൂ, എങ്കിലേ താരകാദി അസുരന്മാരെ നിഗ്രഹിക്കാൻ കഴിയൂ. അതിനായിട്ടാണ് കാമദേവനെ നിയോഗിച്ചതും. ഇന്ദ്രാദികളുടെ ആ ഒരു പ്രാർത്ഥനയെ കേട്ട് കാമദേവൻ പുറപ്പെട്ടു. മഹാദേവൻ തപസ് ചെയ്യുന്നതായിട്ടുള്ള ഓഷധിപ്രസ്ഥത്തിൽ ഇവിടെ എത്തിച്ചേർന്നു. ആദ്യം തന്നെ അതിനുള്ള സന്നാഹങ്ങൾ, ഒരുക്കങ്ങളൊക്കെ ചെയ്തു. എങ്ങനെയാണ് ഈ ഭഗവാന്റെ ഉള്ളിൽ കാമത്തെ ജനിപ്പിക്കുക, അതിന് വേണ്ടതായ ആ സാമഗ്രികൾ. അവ ചുറ്റും മഞ്ഞുമൂടിയ ഇടമാണ് എങ്കിലും പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായ ഒരു രീതി. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വേനൽക്കാലത്ത് വളരെ വേഗം ഒരു ദിവസം മഞ്ഞുമൂടിയതായ ഒരവസ്ഥ കാണുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കാർമേഘങ്ങൾ വന്നുകൂടി മഴ പെയ്യുക എന്ന് പറയുന്നത് പോലെ കാലം തെറ്റിയിട്ട് ഋതുക്കൾ മാറി വരുന്നത് പോലെയുള്ള ഒരവസ്ഥയായി തീർന്നു. ഭഗവാൻ ഇരിക്കുന്ന ഇടത്തിന് ചുറ്റുമായിട്ട് ധാരാളം ചെടികളും അതിലൊക്കെ പൂക്കൾ, ആ പൂക്കളിലെ തേൻ കുടിക്കാൻ വേണ്ടി വരുന്ന വണ്ടുകൾ, നല്ല സുഗന്ധമുള്ള പൂക്കളുടെ സുഗന്ധം എല്ലായിടത്തും വ്യാപരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ എവിടെ നോക്കിയാലും ആ ഒരു പ്രകൃതിയുടെ തന്നെ ആ ഒരു മിഥുനീഭാവം, പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും സസ്യലതാദികളാണെങ്കിലും ഒക്കെ തന്നെ ആ മിഥുനീഭാവത്തോടു കൂടി കാണപ്പെടുകയും, പതിവ് പോലെ ശിവഭജനം ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ കൊട്ടാരത്തിൽ നിന്നും അവിടുത്തെ മുന്നിലെത്തി അന്നിരിക്കുന്ന പാർവതിയെ കാണുന്ന മഹാദേവന്റെ ഉള്ളിൽ ആ പാർവതീദേവിയുടെ സൗന്ദര്യത്തെ താൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതായിട്ട് അങ്ങനെ അനുഭവപ്പെടുകയാണ്. ഇതുവരെ തൻ്റെ ഉള്ളിൽ വരാതിരുന്ന, താൻ ചിന്തിക്കാതിരുന്ന ഒരു വിചാരം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചുറ്റും കണ്ണോടിക്കവെയാണ് തൻ്റെ നേരെ പുഷ്പബാണങ്ങളെ പ്രയോഗിക്കാൻ കാത്തു നിൽക്കുന്നതായ കാമനെ കാണുകയും പെട്ടെന്ന് തന്നെ ആ നെറ്റിത്തടത്തിൽ നിന്നും അഗ്നിനേത്രത്തിൽ നിന്നും അഗ്നി പുറപ്പെടുകയും അത് കാമനെ ഭസ്മമാക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് കാമപത്നിയായിട്ട് രതിയുടെ വിലാപം. ഹാ നാഥ ജീവ ഇത്യാശു പ്രവൃത്തിയോക്തിരായാതയാ കണശക്കണശോ ഭസ്മസമാലോകീ നഭസ്ഥലേ തദസാ ബഹുശോകാർത്ത വിലുണ്ഠന്തീനരാധരാധലേ വികീർണ മൂഢജാചാഥ വിലലാവാകുലേന്ദ്രിയ. തൻ്റെ ഭർത്താവിൻ്റെ ശരീരം, കാമന്റെ ശരീരം ഇങ്ങനെ ഭസ്മമായിട്ട് വീഴുന്നത് കണ്ടിട്ടാണ് രതി സങ്കടം സഹിക്കാൻ വയ്യാതെ പലതും പറഞ്ഞുകൊണ്ട് ആ രതിയുടെ വിലാപം കേട്ടിട്ടും ദേവന്മാർക്കൊക്കെ വലിയ സങ്കടമായി. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ കാമൻ ശരീരം ഉപേക്ഷിച്ചത്. ദേവന്മാരും ഭഗവാനോട് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയെ കേട്ടിട്ടാണ് ആ ഭഗവാൻ അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. തീർച്ചയായിട്ടും രതിയുടെ സങ്കടം മാറ്റണം, നിങ്ങളുടെ ആവശ്യമെന്തോ അത് നടപ്പാവണം.
അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ, ഈ കാമൻ അനങ്കനായിട്ട് വർത്തിക്കട്ടെ, ശിവസൈന്യങ്ങളിൽ ശിവഗണങ്ങളിൽ അനങ്കനായിട്ട് നിലനിൽക്കും. മറ്റൊരവസരത്തിൽ കൃഷ്ണപുത്രനായി വന്ന് അവതരിക്കുമ്പോൾ ശരീരം സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞു ആ രതിയെ ആശ്വസിപ്പിക്കുകയാണ്. ദേവന്മാരൊക്കെ അവിടുന്ന് മടങ്ങിപ്പോയി. അതിനുശേഷമാണ് വീണ്ടും പാർവതി തന്റെ തപസ് തുടരുകയാണ്, അതികഠിനമായിട്ടുള്ള തപസ്. അമ്മ മേനാദേവിയൊക്കെ പാർവതിയെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. എന്തിനാണ് നീ ഇത്ര കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. എങ്കിലും അതൊന്നും കൂട്ടാക്കാതെ ആ തപസ് തുടരുകയും തപസ് ചെയ്യുന്ന പാർവതീദേവിയെ പരീക്ഷിക്കാനായിട്ടാണ് ആദ്യം ഒരു വൃദ്ധാവേഷത്തിൽ ഭഗവാൻ തന്നെ പുറപ്പെട്ടുള്ളതാണ്. തപോവനത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ തന്റെ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന ആ സാധുവിനെ കണ്ട് പാർവതി വേഗം സ്വീകരിച്ചു. കണ്ടാൽ തന്നെ വളരെയധികം വാർദ്ധക്യം ബാധിച്ച ഒരു താപസനാണ് എന്ന് തോന്നും. ഉപചാരങ്ങളെല്ലാം ചെയ്തു. അപ്പോഴാണ് ചോദിക്കുന്നത്, പാർവതിയോട് ചോദിക്കുകയാണ് ആ വൃദ്ധതാപസ വേഷത്തിൽ വന്ന ഭഗവാൻ, ഭവതി ഹിമവാന്റെ പുത്രിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഠിനമായിട്ടുള്ള ഈ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഈ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറയുക. സാധുക്കളൊക്കെ പറയും, ജ്ഞാനികളൊക്കെ പറയും, ശരീരം ഏതു വിധത്തിലും സംരക്ഷിക്കേണ്ടതാണ്, അതിനെ വല്ലാതെ ക്ലേശിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഈ ജീവനുള്ളിടത്തോളം കാലം ദേഹത്തെ സംരക്ഷിക്കേണ്ടതായ ഒരു കടമയുണ്ട്. ധർമ്മസാധനമായിട്ടുള്ള ഒരു ഉപകരണമാണ് ശരീരം. നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ശരീരം കൂടിയേ തീരൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കഠിനമായിട്ട് തപസ് ചെയ്യുന്നത് എന്നൊക്കെ ആ വൃദ്ധന്റെ, ആ വൃദ്ധതാപസന്റെ ചോദ്യം കേട്ടിട്ടാണ് ആദ്യം അതിന് മറുപടി പറയുന്നത് പാർവതീദേവിയുടെ ഒപ്പമുള്ള സഖിമാരാണ് എന്നാണ്. ഇയം ഹിമഗിരീന്ദ്രസ്യ ദയാവിദിതാത്വയാ രൂപലാവണ്യ സമ്പന്ന ശീലാചാര ഗുണാന്വിത ത്രയംബകം ജഗത്പന്ഥ്യം സുഗന്ധിം പുഷ്ടിവർദ്ധനം മൃത്യുഞ്ജയമനാത്യന്തം സുമംഗളം അജം ശിവം യുവാനം പുരുഷശ്രേഷ്ഠം സർവമംഗളദായകം. ഈ രാജകുമാരി ഹിമവാന്റെ പുത്രിയാണ്. ഈ പാർവതി തപസ് ചെയ്യുന്നത് ആ മൃത്യുഞ്ജയനായിട്ടുള്ള ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടിക്കാലം മുതലേ തന്നെ ആ ശിവപദത്തെ പ്രാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ശിവനെ പതിയായി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു വന്ന ആളാണ് പാർവതി. സദാസമയത്തും നാണ് ശിവസ്മരണയോടുകൂടിയിട്ട് കഴിഞ്ഞുകൂടുന്ന ആളാണ് എന്നൊക്കെ ആദ്യം ആ സഖിമാരാണ് മറുപടി പറഞ്ഞത്. പിന്നീട് പാർവതീദേവി തന്നെ ആ വൃദ്ധന്റെ താപസന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അഹംതു ബാലിശാബാല വാചാമഗോചരം തഥാപി ഭക്തവാത്സല്യം ഈശസ്യേതി ജഗത്സുര അനുഗൃണീഷ്വമേശംഭു പ്രസീദേതിത ഭോദ്വിജായിതി തസ്യാവദർശനം ശിരസ്വം കമ്പയൻ ബഹു. അല്ലയോ മഹാത്മാവേ, ആ ശ്രീപരമേശ്വരനെ ലഭിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം തപസ്സു തന്നെയാണ്. അങ്ങനെ അനുഗ്രഹിച്ചാലും ആ ശ്രീപരമേശ്വരന്റെ പ്രസാദം എനിക്ക് ഉണ്ടാവണം
അതിനുവേണ്ടി അങ്ങ് എന്നെ ആശീർവദിച്ചാലും. അത് കേട്ട് വളരെ അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടിയിട്ട് ഈ വൃദ്ധതാപസൻ പറയുകയാണ്, കഷ്ടം, ശ്രേഷ്ഠനായിട്ടുള്ള ഹിമവാന്റെ പുത്രിയാണല്ലോ ഭവതി, എന്നിട്ടും ഇത്തരത്തിൽ ലോകനിന്ദിതമായ ഒരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടുവല്ലോ. എത്ര സുന്ദരിയാണ് പാർവതി. എന്നാൽ ശിവനാവട്ടെ എങ്ങനെയുള്ള ആളാണ്? ശ്മശാനത്തിൽ വസിക്കുന്ന ആള്. ത്വാംച സർവാനവദ്യാംഗി തഥൈവ സർവമംഗള ശ്മശാന നിലയം രുദ്രം സർപ്പഭൂഷം കവർദിനം ത്വഗസ്തിഭൂഷണം ഭീമം ഭൂതപ്രേതാവൃതം സദാ വിചാര്യ സൂക്ഷ്മയാ ബുദ്ധ്യാഹിത്യതേ മേ മനോദൃശം. പാർവതി എത്ര സൗന്ദര്യമുള്ള ആളാണ്. ശിവനാവട്ടെ സർപ്പഭൂഷണനാണ്, ജടാധാരിയാണ്, മൃഗങ്ങളുടെ തോലിനെ വസ്ത്രമായിട്ട് ധരിക്കുന്ന ആളാണ്, എപ്പോഴും ഭയം ജനിപ്പിക്കുന്ന ഭൂതപ്രേതങ്ങളാൽ സേവിക്കപ്പെടുന്ന ആളാണ്. അപ്പൊ എന്തിനാണ് പാർവതി ഇങ്ങനെ ഒരാളെ ഭജിക്കുന്നത്? പാർവതി കഴുത്തിലിടുന്ന മാല, മുത്തുമാലകൾ, നല്ല ഭംഗിയുള്ള രത്നഹാരങ്ങൾ, അതേ സ്ഥാനത്ത് ശിവൻ ധരിക്കുന്നത് സർപ്പങ്ങളെയാണ്. അതെങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ലാത്ത കാര്യങ്ങളാണല്ലോ. അതാണ് ഇവിടെ ഈ താപസൻ പറയുന്നത്. സാധാരണ കഴുത്തിൽ വിവാഹ സമയത്ത് പോലും ആ വരൻ വധുവിന്റെ കഴുത്തിൽ അണിയിക്കുന്നത് കണ്ഠസൂത്രം, ചരടിൽ കോർത്തതായിട്ടുള്ള സ്വർണമാണ്, താലിയാണ്. പക്ഷെ ഇവിടെ ഈ ശിവൻ എന്താണ്? സർപ്പകരണഭൂഷണം, അതാണ് കണ്ഠത്തിൽ ധരിക്കുന്നത്. വധു വിവാഹ സമയത്ത് ധരിക്കുന്ന വസ്ത്രം വരൻ നൽകുന്നതാണ്. അതാണ് പുടവ, വസ്ത്രം കൊടുക്കുക, അതുപോലെ പാണിഗ്രഹണം, കൈ പിടിക്കുക. സാധാരണ രീതിയിൽ പട്ടുവസ്ത്രങ്ങളൊക്കെയാണ് വരൻ വധുവിന് കൊടുക്കുക. പക്ഷെ ആലോചിച്ച് നോക്കൂ, ശിവനെയാണ് പാർവതി വിവാഹം ചെയ്യാൻ പോകുന്നത് എങ്കിൽ തരുന്ന വസ്ത്രം എന്തായിരിക്കും? വ്യാഘ്രചർമാംബരം, രക്തമിറ്റിറ്റ് വീഴുന്ന പുലിത്തോലും ഒക്കെ ആയിരിക്കും. അതെങ്ങനെ ധരിക്കാൻ പറ്റും? ഇനി വിവാഹത്തിന്റെ തന്നെ മറ്റൊരു ചടങ്ങാണ് അഗ്നി പ്രദക്ഷിണം ചെയ്യുക, ലാജം ഹോമിക്കുക. ഇതൊക്കെ അതിൻ്റെ വിവാഹത്തിലൊക്കെ കാണാം. അഗ്നിയെ പ്രദക്ഷിണം ചെയ്യും. അത് ഹോമകുണ്ഡമാവാം, അല്ലെങ്കിൽ കൊളുത്തി വെച്ചിട്ടുള്ളൊരു ദീപമാവാം. അപ്പൊ അഗ്നി പ്രദക്ഷിണം ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ തമ്മിൽ ആ ശിവനെ, ആ ശ്രീപരമേശ്വരനെയാണ് ഭവതി വിവാഹം കഴിക്കുന്നത് എങ്കിൽ അഗ്നിയുടെ സ്ഥാനത്ത് എന്തായിരിക്കും? ചിതയായിരിക്കും എന്നാണ്. ചിതയ്ക്ക് പ്രദക്ഷിണം വെക്കേണ്ടി വരും. എങ്ങനെ ഉണ്ടാവും? വിവാഹ സമയത്ത് അഗ്നി ജ്വലിപ്പിച്ച് അതിന് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് പകരം വധൂവരന്മാർ ചിതയ്ക്ക് പ്രദക്ഷിണം വെക്കേണ്ട ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്രകാരമെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഇനി നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നവവധൂവരന്മാര് വിവാഹമൊക്കെ കഴിഞ്ഞ് തങ്ങളുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചെല്ലുന്നത് കണ്ടാൽ പോലും ജനങ്ങൾ പരിഹസിച്ചു എന്ന് വരാം. ഈ കാളയുടെ പുറത്തൊക്കെ കയറി കൂടെയുള്ള ശിവഗണങ്ങൾ, ഭൂതഗണങ്ങളോടുകൂടി ഒക്കെ വരുന്നത് കണ്ടാൽ തന്നെ ജനങ്ങൾ പരിഹസിക്കുന്ന. ഇനി പാർവതി ആഗ്രഹിക്കുന്ന, ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആ ശിവനാവട്ടെ ഒരു ലൗകികനല്ല എന്നാണ്. പലപ്പോഴും നഗ്നനായിട്ട് ധരിക്കുന്ന, അസ്ഥിമാലകളെ ധരിക്കുന്ന, സർപ്പത്തെ കൊണ്ട് അലങ്കരിക്കുന്ന, ജടയൊക്കെ വിടർത്തി, ജടാമുടിയൊക്കെ വിടർത്തിയിട്ട് കയ്യിൽ ഡമരു എന്നുള്ള വാദ്യമൊക്കെ പിടിച്ച് ചിതാഭൂമിയിൽ, ചുടുകാട്ടിൽ നൃത്തം ചെയ്യുന്ന ആളാണ്. ഒരു തരത്തിലും നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. അങ്ങനെ ഒരാളെ എന്തിനാണ് പാർവതി വിവാഹം കഴിക്കുന്നത്? ഇനി വേണമെങ്കിൽ ഞാൻ പാർവതിയുടെ അച്ഛനോടും അമ്മയോടും പറയാം, ഹിമവാനോടും മേനാദേവിയോടും പറയാം,
ഈ പാർവതിയെ യാതൊരു കാരണവശാലും ശിവന് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് ഞാൻ പറയാം. ഇങ്ങനെയെല്ലാം വീണ്ടും വീണ്ടും ആ വൃദ്ധതാപസൻ, ഈ വൃദ്ധതാപസനായിട്ട് വന്ന ഭഗവാൻ തന്നെ പാർവതിയെ ഒന്ന് പരീക്ഷിക്കുകയാണ്. കുറെ കേട്ടുകഴിഞ്ഞപ്പോഴാണ് അതിന് മറുപടിയായിട്ട് ആ പാർവതി തന്നെ പറയുന്നു, യമാപുരേകം പുരുഷം വേദാന്തേഷു വിചക്ഷണ വ്യാവൃതിഷ്ഠതിയോ രോധ തുഹരം തേ നമോ നമഃ ഭവന്തി തേ ജഗദ്വന്ദ്യ തം ത്വാമീശം ശ്രിതാസ്മ്യഹം യം വിനിദ്രാജിതശ്വാസ ശാന്ത ഭക്തി സമന്വിത. അപ്പൊ ഈ കുറെ സമയം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പാർവതിക്ക് സഹിക്കാൻ കഴിയണില്ല. തൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് താൻ ഭജനം ചെയ്യുന്ന ഭഗവാനെ, ആ ശിവനെ തന്നെയാണ് ഈ വൃദ്ധൻ നിന്ദിക്കണത്. അപ്പൊ പാർവതി ചിന്തിച്ചു എന്നാണ്, ഈ താപസൻ, ഈ വൃദ്ധൻ ഗൗതമശാപം ഏറ്റുവാങ്ങിയവൻ ആണ്. ഗൗതമശാപത്തെക്കുറിച്ച് ദേവി ഭാഗവതത്തിൽ പറയും. ഗൗതമനെ ഒരു കാലത്ത് ഗായത്രി ഉപാസന ചെയ്തിരുന്ന ആളാണ് ഗൗതമൻ. അപ്പൊ അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ തൻ്റെ പത്നിയായ അഹല്യയോടുകൂടി തപസ് ചെയ്യുന്ന കാലത്ത് പെട്ടെന്ന് ലോകം മുഴുവൻ ദുർഭിക്ഷം ബാധിക്കുകയും ആ സമയത്ത് മനുഷ്യർക്ക് ജലപാനം പോലും ചെയ്യാൻ പറ്റാതെ, ആഹാരം കിട്ടാതെ, കുടിക്കാനുള്ള വെള്ളം കിട്ടാതെ വലഞ്ഞു. അപ്പൊ അനേകം മഹർഷിമാർ, അനേകം താപസന്മാർ ഗൗതമനെ ആശ്രയിച്ചു. ഗൗതമൻ തൻ്റെ അടുത്ത് വന്നവർക്കൊക്കെ വേണ്ടത്ര ഭക്ഷണവും വെള്ളവും കൊടുത്തു. അപ്പൊ ഗൗതമൻ എങ്ങനെയാ വെള്ളം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ആ ഭക്തി കണ്ടിട്ട്, അദ്ദേഹം വളരെ സാധുവായിട്ടുള്ള ഒരാളാണ്, ആ നിഷ്കളങ്ക ഭക്തിഭാവം കണ്ട് ഗംഗ തന്നെ അനുഗ്രഹിച്ചു എന്നാണ്. ഗൗതമന് അനുഗ്രഹം കൊടുത്തുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ആശ്രമത്തില് ഒരു ചെറിയ ഒരു നീർത്തടം, ഒരു ജലാശയം, അതിലെപ്പോഴും ജലം ഉണ്ടാവും, പറ്റാത്ത ഉറവുണ്ടാവും. അവൻ ഗൗതമൻ ആ ഗംഗ നൽകിയ ആ ജലം, ആ ജലാശയത്തിൽ നിന്ന് ജലം എടുക്കുക, ചെടികൾ നട്ട് വളർത്തുക. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ആശ്രമ പരിസരം ഒരു വനമായിട്ട് മാറി. അവിടെ ധാരാളം പക്ഷി മൃഗാദികൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് അനേകം മഹർഷിമാരും ഗൗതമന്റെ ആശ്രമത്തെ ആശ്രയിച്ചത്. അവരൊക്കെ സ്വീകരിച്ചു. എന്നാൽ പിന്നീട് ഗൗതമനോട് ഈർഷ്യ തോന്നിയ അവര് പരീക്ഷിക്കാൻ പുറപ്പെട്ടു എന്നാണ്. അതാണ് കഥ വിസ്തരിച്ച് ദേവി ഭാഗവതത്തിൽ കാണാം. എന്തായാലും ഒടുവിൽ അവർക്ക് ശാപം ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഗൗതമന്റെ. നിങ്ങളൊക്കെ വേദം വിൽക്കുന്നവരായിട്ട് തീരട്ടെ, നിങ്ങളൊക്കെ ആ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് തീരട്ടെ. ഇവിടെ പറയുന്നുണ്ട്, കലിയുഗത്തിൽ ഈ ഗൗതമശാപം കൊണ്ട് ആയിരിക്കും അധികവും എന്നാണ്. ബ്രാഹ്മണ കുലത്തിൽ വന്ന് ജനിക്കുന്നവരിൽ ഏറിയ കൂറും ഈ ഗൗതമശാപം ബാധിച്ചവരായിരിക്കും. അതിൻ്റെയൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ളവരും ഉണ്ടപ്പോ. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുക, ധർമ്മബോധം ഒട്ടുമില്ലാതെ ജീവിക്കുക. പാർവതി ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ഇദ്ദേഹവും ഗൗതമശാപം കിട്ടിയിട്ടുള്ള ആളാവും, അല്ലെങ്കിൽ ഇങ്ങനെ ശിവനിന്ദ ചെയ്യുമോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും ഇവിടെ ശിവനിന്ദ കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണ് പാർവതി തന്നെ ആ തപോവനത്തിൽ നിന്നും പോവാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് ആ വൃദ്ധതാപസന്റെ വേഷത്തെ ഉപസംഹരിച്ചു ഭഗവാനാണ്. എന്നിട്ടാണ് പാർവതിയുടെ മുന്നിൽ ആ ദിവ്യരൂപത്തെ പ്രകടമാക്കിയെന്നാണ്. അതാണ് പാർവതി കാണുന്നത്. നീലകണ്ഠോ വിരൂപാക്ഷോ നിത്യോ നിത്യം മനോഹര ദേവ വൃന്ദകരോന്മുക്ത പുഷ്പവൃഷ്ടി സമുജ്വല പ്രവാച അദ്യോനവല്യാംഗീ ത്വദീയ തപസാസ്മ്യഹം ക്രീതോസ്മി വദഹിന്ദേത്യ ദദാമി പരമുത്തമം ഇതി വാതിനി ദേവേശേ ശങ്കരേ ഭവ ഭേഷജേ. തന്റെ മുന്നിൽ നീലകണ്ഠനായി വിരൂപാക്ഷനായി ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്ത ആ പൂക്കളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാനെയാണ് കാണുന്നത്.
അത്യുജ്വല തേജസ്സോടുകൂടി ആ മനോഹര രൂപത്തെ തന്റെ മുന്നിൽ കാണുന്ന പാർവതിയോട് ഭഗവാൻ ചോദിക്കുകയാണ്, എന്താണ് വരം വേണ്ടത്? അപ്പോഴാണ് വളരെയധികം ആ ഒരു അത്ഭുതത്തോടുകൂടി, പറയാൻ പറ്റുന്നില്ല, ഗദ്ഗതത്തോടു കൂടിയിട്ടാണ് പാർവതി മറുപടി പറയുന്നത്. സ്തുതിക്കാൻ ആരംഭിച്ചു. വേദാന്ത വിചക്ഷണന്മാരൊക്കെ ഒരേയൊരു ഈശ്വരനായിട്ട്, ഒരേയൊരു ബ്രഹ്മമായിട്ട് പറയുന്നത് ഏതൊരു ജഗതീശ്വരനെയാണോ ആ ഭഗവാന് നമസ്കാരം. ഏതൊരു ഭഗവാന്റെ പാദപത്മത്തെ ആശ്രയിച്ചിട്ടാണോ സാധുക്കൾ, ഭക്തന്മാർ മുക്തിയെ പ്രാപിക്കുന്നത്, അങ്ങനെയുള്ള ആ മഹാദേവന് നമസ്കാരം. ജഗദ്വന്ദ്യനായിട്ടുള്ള ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു. സ്മരണാദേവ ദേവസ്യതേ പ്രാപു സന്നിധി വിഭോ ത്വരയാവതരന്തസ്തേ ദൃഷ്ട്വാ ദേവാധിനായകം. ഭക്താതിഘ്നോ മഹാദേവ പ്രതീതോ ഭുവനത്രയോ ഭക്താദേഹം ദയാസിന്ധോ താം മാം അംഗീകുരു പ്രഭോ. ത്വൽ പിതൃഭ്യാമനുജ്ഞാത സുരസിദ്ധ നിഷേധിത ഇതി ദത്വാ പരം ശംഭു കൈലാസമകമശ്രയൽ. ഇങ്ങനെയെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നതായ പാർവതിയെ അനുഗ്രഹിച്ചുകൊണ്ട് എന്താണ് പാർവതിയുടെ പ്രാർത്ഥന? എന്നെ അംഗീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും. അപ്പോഴാണ് മറുപടി പറഞ്ഞത്, പാർവതി, ഞാൻ വേഗം തന്നെ പാർവതിയെ സ്വീകരിക്കുന്നുണ്ട്, പാണിഗ്രഹണം ചെയ്തുകൊള്ളാം എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് അന്തർധാനം ചെയ്തത്. അധികം താമസിയാതെ മഹാദേവൻ എന്ത് ചെയ്തു? ആ സപ്തർഷികളെ അനുസ്മരിക്കുകയും വേഗം തന്നെ സപ്തർഷികൾ ഭഗവാന്റെ മുന്നിലെത്തി ചോദിച്ചു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അവിടത്തേക്ക് വേണ്ടി? ആ സപ്തർഷികളുടെ സ്തുതിയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാൻ നിയോഗിക്കുകയാണ്. നിഷീദന്ത ഭവന്തോത്ര ഭക്തിയാമയ്യതു മയ്യതുലാം മന ആസനേഷു മഹാഭാഗയൂയം മേ ഹൃദയം ഗമ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഹിമവാന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ആ പാർവതിയെ, ഹിമവാന്റെ പുത്രിയായിട്ടുള്ള പാർവതിയെ എനിക്ക് വിവാഹം ചെയ്തു തരാനായിട്ട് ഹിമവാനോടും ആ മേനാദേവിയോടും നിങ്ങൾ നിർദ്ദേശിക്കണം. അതായത് വരൻ ഇപ്പൊ വധൂവരന്മാര് മാത്രം തീരുമാനിച്ചാൽ പോരാ. വരന്റെ അടുത്ത് നിന്നും ബന്ധുക്കൾ ചെന്ന് ചോദിക്കുകയാണ്, വധുവിന്റെ പിതാവിനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ മകളെ ഇന്നയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കൂ. ആ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് ഹിമവാന്റെ ഗൃഹത്തിൽ പോവുക. അതും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സപ്തർഷികൾ പത്നി സമേതരായിട്ട് പോകണം എന്നാണ്. അപ്പൊ വസിഷ്ഠപത്നിയായിട്ടുള്ള അരുന്ധതിയോടുകൂടി അങ്ങനെ നിങ്ങൾ പത്നി സമേതരായിട്ട് വേണം പോവാൻ. കാരണം എപ്പോഴും ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഗൃഹസ്ഥന്റെ ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം പൂർണ്ണമാവണത് പത്നി സമേതനായിട്ട് ആ കർമ്മത്തെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യ കർമ്മങ്ങളിലൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം, ഗൃഹസ്ഥൻ ഇപ്പോൾ യാഗത്തിലൊക്കെ കാണാം, ആ പത്നി യജമാനനായിട്ടിരിക്കുന്ന ആളുടെ ഒപ്പം തന്നെ പത്നിയും ഉണ്ടാവും. അവിടെ ആ യജമാന പത്നിക്കും പലതരത്തിലുള്ള ചടങ്ങുകൾ ബാധകമാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും ഋഷിപത്നിമാരോട് കൂടിയിട്ട് ഹിമവാന്റെ കൊട്ടാരത്തിൽ ചെല്ലുക എന്നിങ്ങനെ നിയോഗിക്കുകയും ആ സപ്തർഷികൾ അവിടെ നിന്നും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഹിമവാന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. വേഗം തന്നെ ഹിമവാൻ മേനാദേവിയോട് കൂടിയിട്ട് രാജർഷികൾ ആ സപ്തർഷികളെയൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് അവരെ പറയുകയാണ് ഹിമവാനോട്,
ഞങ്ങൾ വന്നിട്ടുള്ളത് താങ്കളോടൊരു കാര്യം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്കളുടെ പുത്രിയെ ആ ശ്രീപരമേശ്വരന് വിവാഹം ചെയ്തു കൊടുക്കണം. എന്നിട്ട് എന്താണ് ആ ഭഗവത് മഹത്വം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കുറേയേറെ പറഞ്ഞു. സംഹർത്തൂനാം സംഹർത്ത മഹാഗ്രാസോ മഹീധര പരമാത്മാ പരം ജ്യോതി പരബ്രഹ്മാത് പരാത്പരം പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ഏനാദോ ക്രിയതേ വിശ്വം പാല്യതേന പദ്ധ്യതേ യസ്മിൻ ഈശ്വര ഇത്യുച്യേർ യഥാർത്ഥവും ന ഉപചാരിക. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നതായ ജഗത് പിതാവായിട്ടുള്ള ശ്രീപരമേശ്വരന് താങ്കളുടെ പുത്രിയെ വിവാഹം ചെയ്ത് നൽകുക. ജഗത്തിന്റെ അധീശനായിട്ടുള്ള ആ ഭഗവാന് പാർവതിയെ നൽകുക. എന്നിങ്ങനെ നിർദ്ദേശിക്കുകയും ഈ ഋഷിപത്നിമാർ ഹിമവാന്റെ പത്നിയായിട്ടുള്ള മേനാദേവിയെ പ്രത്യേകം ഉപദേശിച്ച്, ഈ കഥ പറയുമ്പോൾ ശിവപുരാണത്തിൽ കുറെ സംഭവങ്ങൾ അതിനിടയ്ക്ക് വരുന്നുണ്ട്. ഈ സപ്തർഷികളും ആദ്യം ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് പാർവതിയുടെ സമീപത്ത് ചെന്ന് പാർവതിയെ പരീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ആദ്യം എന്തിനാണ് പാർവതി ഇങ്ങനെ ഒരാളെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സപ്തർഷികളും ശിവനിന്ദയാണ് ആദ്യം ചെയ്യണത്. പക്ഷേ പാർവതിയുടെ ആ ദൃഢനിശ്ചയത്തിന് മുന്നിൽ അവർക്ക് ബോധ്യപ്പെട്ടു, എന്തൊക്കെ പറഞ്ഞാലും ശരി പാർവതിയുടെ തീരുമാനത്തിന് മാറ്റമില്ല. അങ്ങനെയാണ് പിന്നീട് ഈ വിവാഹത്തിന് വേണ്ടതായ ഒരുക്കങ്ങളൊക്കെ അപ്പൊ ഇവിടെ സപ്തർഷിമാർ ഹിമവാനോട് ആ ഭഗവാന്റെ മഹത്വമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ കുറെ ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നുണ്ട്. ഓമിത്യുക്വാസു സർവാസു മേനാകിഞ്ചിതവോ ബ്രവീൽ പയംതു സാവരാപ്രായോ ചേതന വിരിരാജനൈ ഇയമ്മേ ജഗതാമാതാ കന്യകാ കമലേക്ഷണ അനയാഹം കൃതാർത്ഥോസ്മിൻ കൃതോ യുഷ്മാഭിരദ്യവൈ സാധു സാത്വികം സർവേ പ്രശംസുർ മുനീശ്വര അധാംഗിരാ പുനഃശാന മഹിഷി അജലേഷിതു. ഈ പാർവതി നിങ്ങളുടെ പുത്രിയായി വന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ജഗദംബിക തന്നെയാണ്, ജഗത്തിന്റെ തന്നെ മാതാവ്. ജഗദംബിക ജഗന്മാതാവാണ്. അപ്പൊ ആരോടാണ് ചേരേണ്ടത്? ആ ജഗദ്ഗുരുവായിട്ടുള്ള ജഗത്പിതാവായിട്ടുള്ള ശിവനോട് തന്നെ ചേരേണ്ടവളാണ് ഈ ശിവ, ഈ പാർവതി. അങ്ങനെ ഓരോരുത്തരും സപ്തർഷികൾ ഓരോരുത്തരും അതുപോലെ ഋഷി പത്നിമാരും ഈ ഹിമവാനോടും പ്രത്യേകമായിട്ട് മേനാദേവിയോടുമൊക്കെ ഉപദേശങ്ങളെ കൊടുത്തു. പല ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാർവതിയെ ശിവന് നൽകേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ്, അതിനെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജഗത്തിന് മൃത്യുവായിട്ടും ജഗത്തിന്റെ ധാതാവും മഹാദേവനും മഹേശ്വരനുമാണ്. അവിടുന്ന് മൃത്യുഞ്ജയനാണ്, ഹരനാണ്. എന്താണ് ശിവമഹിമ എന്ന് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. ദക്ഷൻ യാഗം ചെയ്യവേ, യാഗത്തിന് അനുകൂലിച്ചവരെ പോലും ദക്ഷനെ ശിക്ഷിച്ചു എന്ന് മാത്രമല്ല, ദക്ഷനെ ശാസിക്കുക കൂടാതെ അന്ന് അനുകൂലമായി വർത്തിച്ചവർക്ക് പോലും ആ യജ്ഞപതിയായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പൊ എന്താണ് അവിടുത്തെ മഹത്വം? ആ മൃത്യുഞ്ജയരുദ്രനായിട്ടുള്ള ശ്രീപരമേശ്വരന്റെ മഹത്വം അത് വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, അവിടത്തേക്ക് ഇയം ച സുധാബാല യഥാസ്മാൻ നൈവ ശോചപതി ബാലാശോക സഹിഷ്ണൂനാം അസ്മാകം ഭവേ സുഖം.
ന ഭ്രാതാ ന സുഹൃൽ ബന്ധു ന കുലം നാപി കിഞ്ചന ന മാതാ ന പിതാ ഏക ഏവ ഹ്യസൗരുദ്ര ന ദ്വിതീയായ തസ്തിവാൻ. അച്ഛനും അമ്മയും ആരാണ്, അല്ലെങ്കിൽ കുലം ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണ വിവാഹത്തിന് ഇതൊക്കെ ചോദിക്കുക എന്നുള്ളതൊരു രീതിയാണ്. വിവാഹത്തിന് മുൻപ് അതാണ് നിശ്ചയമൊക്കെ നടക്കുമ്പോൾ കാണാം, ഒരു എന്താണ് എഴുതി തയ്യാറാക്കിയതായ ഒരു ഇന്നയാളുടെ മകൾ, ഇന്നയാളുടെ മകൻ, ആ രണ്ടുപേരുടെയും ഈ വധുവിൻ്റെയും വരൻ്റെയും ബന്ധുക്കളുടെയൊക്കെ പരമ്പരയൊക്കെ അവിടെ സൂചിപ്പിച്ചുകൊണ്ട് അതൊക്കെ ഇന്നയാളുടെ പുത്രിയാണ്, ഇന്നയാളുടെ പൗത്രിയാണ്, ഇതൊക്കെ സൂചനയായിട്ട്. ഇനി വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ പലയിടത്തും ചോദിക്കപ്പെടും ഈ ഗോത്രം, കുലം. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് വേണം വിവാഹം എന്നിരിക്കെ ഇവിടെ ബ്രഹ്മാവ് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിവാഹ സമയത്ത്, വിവാഹം നടക്കുന്ന ആ അഗ്നിപ്രദക്ഷിണം ചെയ്യുന്നതായ സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ട് ആ മണ്ഡപത്തിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ ഗോത്രം ഏതെന്ന് ചോദിക്കും. പെട്ടെന്ന് ഭഗവാൻ അതിന് മറുപടി പറയുകയല്ല ചെയ്തത്, തൻ്റെ കയ്യിലെ ആ ഡമരു എടുത്തിട്ട് അതിന്റെ നാദം പുറപ്പെടുവിച്ചു എന്നാണ്. അതുതന്നെയാണ് ഗോത്രം, അല്ലാതെ പ്രത്യേകിച്ച് ഗോത്രമൊന്നുമില്ല, പ്രണവം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ മാതാവ്, പിതാവ്, അല്ലെങ്കിൽ ബന്ധുക്കൾ, സഹോദരൻ, ഇതൊന്നും ഇല്ല, ഏകനാണ് അവിടുന്ന്. രണ്ടാമത് ശിവന് സമാനനായിട്ട് മറ്റൊരു രൂപമില്ല, ഒരു ഭാവമില്ല. ഇങ്ങനെ വസിഷ്ഠപത്നിയായിട്ടുള്ള അരുന്ധതിയും വസിഷ്ഠനും അതുപോലെ മറ്റ് ഋഷിമാരും ഋഷിപത്നിമാരും എല്ലാം ആ മേനാദേവിയോടും ഹിമവാനോടുമൊക്കെ ഉപദേശിച്ചുകൊണ്ട് സർവൈശ്വര്യേണ സമ്പന്ന നാമനാ സർവേശ്വരേശ്വര ശാസ്ത്ര അശേഷസ്യ ജഗത ഭീഷാസ്മാൽ വർത്തതേ ജഗൽ. അപ്പൊ ജഗത്തിന് മുഴുവനും പിതൃവ്യനായിട്ട്, രാജാധിരാജനായിട്ട്, രാജരാജേശ്വരൻ എന്നൊക്കെയാണ് നമ്മൾ പറയും. ഈ ശിവക്ഷേത്രങ്ങളെയൊക്കെ നോക്കിയാൽ കാണാം, ഒരു രാജപദവിയിലിരിക്കുന്ന രാജരാജേശ്വരൻ എന്നൊക്കെയാണ് പലപ്പോഴും ഭഗവാനെ അഭിസംബോധന ചെയ്യാറ്. ജഗത്തിന്റെ മുഴുവൻ ശാസകനാണ്. ദക്ഷനൊക്കെ തന്റെ പുത്രിയെ ശിവന് നൽകിയിട്ടും പിന്നീട് ദക്ഷൻ നിന്ദിക്കുകയാണ് ഉണ്ടായത്. അത് ദക്ഷന്റെ മൂഢത കൊണ്ടാണ്. അങ്ങനെ ശിവദ്വേഷം ചെയ്തതായ ദക്ഷന് പിന്നീട് അതിന്റെ ആ പാപഫലമൊക്കെ അനുഭവിക്കേണ്ടി വന്നു, ശിവനിന്ദയുടെ ഫലം അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരിക്കലും സദാശിവനിൽ, ആ ശ്രീശങ്കരനിൽ ഒരിക്കലും സംശയം ഉണ്ടാവരുത് എന്നാണ്. സംശയബുദ്ധി വച്ച് പുലർത്താൻ പാടില്ല. ശങ്കരനാണ്, ശംകരോതി ഇതി ശങ്കര. ശമത്തെ പ്രദാനം ചെയ്യുന്ന, സുഖത്തെ പ്രദാനം ചെയ്യുന്ന ആ ഭഗവാൻ ശ്രീ ശങ്കരനാണ്. വസിഷ്ഠപത്നിയായിട്ടുള്ള അരുന്ധതി ഒടുവിൽ ആ പാർവതീ മാതാവായിട്ടുള്ള മേനയ്ക്ക് ഇങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ടാണ് ഉപസംഹരിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പുത്രിയെ ആ ശിവന് വിവാഹം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജന്മം സഫലമായി എന്ന് പറയാം. ഇത്തരത്തിൽ മേനയുടെയൊക്കെ, അരുന്ധതിയുടെയൊക്കെ വാക്ക് കേട്ട് മേനയ്ക്കും ഉണ്ടായ സംശയങ്ങളെല്ലാം നീങ്ങി. പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞുവെങ്കിൽ ക്ഷമിക്കുക. പാർവതിയെ ആ ഭഗവാന് നൽകാൻ പൂർണ്ണ സമ്മതമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടർന്ന് അവരൊക്കെ അവിടുന്ന് മടങ്ങിപ്പോവുകയും ആ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ആയി. ആ വിവാഹം അതിൻ്റെ മറ്റു ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുന്നു. സപ്തർഷികളുടെ
നിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ടാണ് തൻ്റെ പുത്രിയായിട്ടുള്ള പാർവതിയെ ഹിമവാനും മേനാദേവിയും ശ്രീ പരമേശ്വരന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് നിശ്ചയിക്കുകയും പിന്നീട് അതിനുള്ള ഒരുക്കങ്ങളെയെല്ലാം ചെയ്യുകയാണ്. അതിനായിട്ടൊരു വിവാഹ മണ്ഡപം തന്നെ തയ്യാറാക്കി എന്നാണ്. വളരെ വിസ്തരിച്ചിട്ടാണ് ആ മണ്ഡപ രചന വന്ന് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചു വരുത്തുക, ആ മണ്ഡപം എങ്ങനെയൊക്കെയാണ് അലങ്കരിക്കേണ്ടത് എന്നൊക്കെ നിർദ്ദേശിച്ചു. വസ്ത്രമാല്യങ്ങളെ കൊണ്ട് അലങ്കരിച്ചു. ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവ് തന്നെയാണ് ആ വിചിത്രമായിട്ടുള്ള മണ്ഡപത്തെ തയ്യാറാക്കിയത്. പ്രാസാദങ്ങളും ജലാശയങ്ങളും ഒക്കെ ചേർന്നതായ വലിയ ഒരു മണ്ഡപമാണ് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പ്രതിഷ്ഠിത വധുവായിട്ടുള്ള പാർവതിയെ, ശ്രീപാർവതിയെ അലങ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടതായ എല്ലാ ദിവ്യമാല്യങ്ങളെ കൊണ്ടുവരിക. ആദ്യം തന്നെ അഭ്യംഗ സ്നാനം ചെയ്യിപ്പിച്ചു എന്നാണ്. വിവാഹത്തിനു മുൻപ് തൈലം തേപ്പിച്ചിട്ട് സ്നാനം ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം കാണാം. അങ്ങനെ ആ അഭ്യംഗ സ്നാനം ചെയ്യിപ്പിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ശംഖം, ദുന്ദുഭി, മൃദംഗം ഇങ്ങനെയുള്ള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി അഭ്യംഗ സ്നാനം ചെയ്തിട്ട് ഉഷ്ണജലം കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുക. ശാലീചൂർണങ്ങളെ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഈ ശരീരത്തിലെ എണ്ണ തൈലം തേച്ച് കഴിഞ്ഞാൽ അത് കഴുകിക്കളയാനായിട്ട് ശാലീചൂർണങ്ങൾ എന്നാണ്. ഇന്നൊക്കെ നമ്മൾ അതിന് ആധുനികമായ ഉപായങ്ങളെ ആണ് എടുക്കുക എങ്കിൽ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ചൂർണങ്ങളാണ്. ചെറുപയറിൻ്റെ പൊടിയാവും, കടല പൊടിയാവും, അങ്ങനെയുള്ള നിശാധൂളി, ശാലീചൂർണം, അപ്പോൾ അതൊക്കെ തേച്ച് കുളിക്കുക. പിന്നീട് സുഗന്ധപൂർണമായിട്ടുള്ള ജലം കൊണ്ട് സ്നാനം ചെയ്യുക. ഗംഗായമുന പോലെയുള്ള സപ്തനദികളുടെയും തീർത്ഥത്തെ കൊണ്ടുവന്ന് അതുകൊണ്ട് സ്നാനം ചെയ്യുക. ചതുസമുദ്ര ജലം കൊണ്ട് സ്നാനം ചെയ്യുക. ഋഷിപത്നിമാരായിട്ടുള്ള അതിഥി, ദിതി, സുവർണ, സുരസ, സ്വാഹ, സ്വധ, അനസൂയ, ഗാർഗി, അരുന്ധതി തുടങ്ങിയിട്ടുള്ളവരൊക്കെ അവിടെ എത്തി ഈ പാർവതിയെ ഒരുക്കുവാനായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിവാഹത്തിന് മുന്നോടിയായി ഒരു ചരട്, പട്ടുനൂല് കൊണ്ടുള്ള ഒരു രക്ഷയെ ബന്ധിക്കുക, അതും ചിലയിടങ്ങളിൽ സമ്പ്രദായമായിട്ട് കാണാം. പിന്നെ എല്ലാ ആഭരണങ്ങളോടും കൂടി, അലങ്കാരത്തോടു കൂടി ആണ് ആ പാർവതിയെ അണിയിച്ചൊരുക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞു. പിന്നീട് വിവാഹത്തിന് വേണ്ടിയിട്ട് ആ ശ്രീപരമേശ്വരനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഹിമവാൻ തന്നെ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു, ഒരുക്കങ്ങളൊക്കെ ആയി. എന്നിരുന്നാലും ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ക്ഷണം, അതിനു വേണ്ടിയിട്ട് ഹിമവാൻ തന്നെ ഭഗവാന്റെ അടുത്ത് എത്തിയെന്നാണ്, മഹാദേവന്റെ അടുത്ത് എത്തി. എന്നിട്ടാണ് ക്ഷണിക്കുന്നത് എന്നാണ്. അങ്ങയുടെ പുത്രി ആയിട്ടുള്ള പാർവതിയെ സ്വീകരിച്ചാലും സ്വീകരിക്കണം, അതിനായിട്ട് എഴുന്നള്ളിയാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ക്ഷണിക്കുകയും സ്തുതിക്കുകയും ചെയ്തത്. ആഹൂയനീയതേ കന്യ വിവാഹേ ബ്രാഹ്മ ഇത്യത ഉത്തരായണ മാർഗേണ ഭാനോ സത്വമതാരേ പ്രണമ്യ സന്നിധൗ തസ്മൈ വ്യജിബൽ ദഗാദിഭ ഭഗവാൻ നന്ദികേശാന പ്രാർത്ഥനേശ നമോ പ്രഭോ തം പ്രാപയത് അഗാധീശം ജഗദീശാന്തികം ക്ഷണാൽ തത്രാദി ഉജ്രധനുഷം ആസീതം പരമാസനെ പ്രണമ്യ തരയാമത്യ പ്രാസ്തൗഷീ
തുതി ഈശ്വരം. സകല ജഗത്തിനും ഈശ്വരനായിട്ടുള്ള നാഥനായിട്ടുള്ള അവിടുത്തെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. സർവകാമങ്ങളെയും പ്രദാനം ചെയ്യുന്ന അവിടുന്ന്, അവിടുത്തെ മുൻപിൽ ഞാൻ അർത്ഥിയായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എൻ്റെ മനോരഥത്തെ സാധിപ്പിച്ചാലും. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഹിമവാനോട്, ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ്, തുഭ്യം ഇച്ഛാമ്യഹം കന്യാം മദീയാം ധാതുമീശ്വര പ്രതിഗ്രാഹണ താമദ്യ ശുപ്രാതർ ദിവിഷദ്ഗണൈ. അവിടുന്ന് എൻ്റെ കന്യയെ, എൻ്റെ പുത്രിയെ സ്വീകരിച്ചാലും പാർവതിയെ സ്വീകരിച്ചാലും ദേവന്മാരോടുകൂടി മഹർഷിമാരോടുകൂടി ആ ഓഷധിപ്രസ്ഥത്തിലെത്തി എൻ്റെ പുരത്തിൽ വന്ന് സ്വീകരിച്ചാലും എന്നിങ്ങനെ ഔപചാരികമായിട്ടുള്ളൊരു ക്ഷണം അത് നടത്തിയ ശേഷം ഹിമവാൻ അവിടുന്ന് മടങ്ങുന്നു ഭഗവാന്റെ അനുമതിയോടുകൂടി. അപ്പോഴേക്കും ആ ശ്രീപരമേശ്വരൻ നന്ദികേശ്വരനെ വിളിച്ചിട്ട് നിയോഗിക്കുകയാണ് എല്ലാ ദേവന്മാരെയും. അതുപോലെ ഗണനാഥന്മാരുണ്ട്, ഗണാഗ്രണികൾ, ശിവഗണങ്ങൾ തന്നെ പലതുണ്ട്. ഓരോ ഗണത്തിനും ഒരു പ്രധാനി ഉണ്ടാവും, ഗണനാഥനുണ്ടാവും. അതാണ് ഈ ഭൃംഗിരിടി, നന്ദികേശ്വരൻ. പലരും ഈ ഗണങ്ങളുടെ ചുമതലയുള്ളവരാണ്. ഓരോ ഗണത്തിൻ്റെയും ആ ഒരു ഗണത്തിൽ തന്നെ അനേകം പേരുണ്ടാവും. അപ്പോൾ ഗണനാഥന്മാരെയൊക്കെ അറിയിക്കുക. കാരണം നന്ദികേശ്വരൻ വേഗം തന്നെ ഗണനാഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ദിക്പാലകന്മാർ, ഏകാദശരുദ്രന്മാർ, ദ്വാദശാദിത്യന്മാർ, അഷ്ടവസുക്കൾ, വിശ്വേദേവന്മാർ അവരൊക്കെ അവിടെ എത്തിച്ചേർന്നു എന്നാണ്. അതുപോലെ ബ്രഹ്മാദി ദേവന്മാർ, ഭഗവാൻ മഹാവിഷ്ണു, അഷ്ടമഹാനാഗങ്ങൾ, അനന്തൻ, വാസുകി, കാർക്കോടകൻ, കമ്പളൻ, തക്ഷകൻ, ശംഖപാലൻ, മഹാപത്മൻ തുടങ്ങിയിട്ടുള്ള നാഗങ്ങളും സർപ്പങ്ങളും ഒക്കെ അവിടെ എത്തിച്ചേർന്നു. അവരെല്ലാവരെയും ആ വിവാഹത്തിനായിട്ട് ക്ഷണിച്ച് വരുത്തി. ഇപ്പൊ ശിവഗണങ്ങളെ കുറിച്ച് ഓരോരുത്തരും ഓരോ ഗണത്തിൻ്റെയും അധിപനായിട്ട് ആരൊക്കെയാണ്, അവരോടൊപ്പം എത്രയധികം സൈന്യങ്ങളാണുള്ളത് എന്നൊക്കെ ഇവിടെ ഒരു വർണ്ണന ചെയ്തിട്ടുണ്ട്. മഹാകേശൻ, വീരപർവതകൻ, പിപ്പലൻ, സന്താനൻ, മഹാബലൻ, പൂർണ്ണഭദ്രൻ, ചതുർവക്രൻ, ഇങ്ങനെ അനേകം ഗണനാഥന്മാരുണ്ട്. അവരുടെ ഒക്കെ തന്നെ ഒപ്പം കൂടെ അനേകം ഗണങ്ങളുമുണ്ട്. അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്നു കൈലാസത്തിൽ. അതിനുശേഷം രുദ്രന്മാരൊക്കെ ഏകാദശരുദ്രന്മാരാണ്. ആ ഏകാദശരുദ്രന്മാരെത്തിച്ചേരണം. അവരുടെ സംഖ്യ ഇപ്പൊ 11 എന്നൊരു സംഖ്യ പറഞ്ഞാലും ആ രുദ്രഗണങ്ങൾ അനേകമാണ്. ആ രുദ്രന്മാർ ലോകത്തിന് മുഴുവനും വ്യാപരിച്ചിരിക്കുന്നവരാണ്. എല്ലാവരും ശിവസ്വരൂപികളാണ്, ത്രിനേത്രന്മാരാണ്. അങ്ങനെയുള്ള ആ രുദ്രരൂപികളെല്ലാം അവിടെ എത്തിച്ചേരുന്നു. ദേവിമാർ, ദേവപത്നിമാരായിട്ടുള്ളവർ, അതിഥി, ദിതി, ധനു, കദ്രു, സരമ, സിദ്ധി, വിനത, ദുർഗ, സ്വാഹ, സ്വധ, വേദമാതാവായിട്ടുള്ള സാവിത്രി ദേവി, ദക്ഷിണ, ബുദ്ധി, സരസ്വതി, നാരായണി, ഈശാനി, അങ്ങനെയുള്ള ദേവിമാരൊക്കെ അവിടെ എത്തിച്ചേർന്നു. ഗരുഡൻ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, അപ്പൊ അവരൊക്കെ അവിടെ എത്തി. ഭഗവാന്റെ പ്രധാനിയായിട്ടുള്ള ശിവഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശ്വരൻ. ആ ശിലാദ തനയനായിട്ടുള്ള നന്ദികേശ്വരനെ ശിവപുരാണത്തിൽ ഈ നന്ദികേശ്വരന്റെ പ്രഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നന്ദികേശ്വരൻ
ഈ ശിവഗണങ്ങളിൽ പ്രധാനിയായിട്ട് മാറിയത് ശിലാദതനയനായിട്ടുള്ള നന്ദി വളരെ കാലം ശിവഭജനം ചെയ്തിട്ടാണ് ഭഗവത് അനുഗ്രഹം നേടി നന്ദികേശ്വരനായിട്ട് മാറിയത് എന്ന്. അപ്പൊ തന്റെ ഗണങ്ങളിൽ അതിൻ്റെ നാഥനായിട്ട് നന്ദികേശ്വരനെ അഭിഷേകം ചെയ്യുമ്പോൾ ഭഗവാൻ എന്താണ് തൻ്റെ ജടയിൽ നിന്നും ആ ഗംഗയെ കയ്യിലെടുത്തിട്ട് അഭിഷേകം ചെയ്തു എന്നാണ് ആ സമയത്ത്. അത് നന്ദിയെ അഭിഷേകം ചെയ്തതിന് ശേഷം താഴേക്ക് ഒഴുകുന്നത് പല പിരിവുകളായിട്ട് പല കൈവഴികളായിട്ട് പിന്നീട് ഒഴുകാൻ തുടങ്ങിയെന്നൊക്കെയാണ്. എല്ലാറ്റിനും അധികാരിയാണ് നന്ദികേശ്വരൻ. രുദ്രഗണങ്ങളിൽ ശിവഗണങ്ങളിൽ പ്രധാനിയാണ്. നമ്മൾ വാഹനമായിട്ടുള്ള നന്ദി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഭഗവാന്റെ വാഹനമായിട്ടുള്ള നന്ദി അത് മറ്റൊന്നാണ്, അത് വൃഷഭമാണ്. എന്നാൽ നന്ദികേശ്വരൻ എന്ന ശിവഗണം എത്രയോ അധികം സൗന്ദര്യത്തോടുകൂടി ആണ് ആ നന്ദികേശ്വരൻ വിരാജിക്കുന്നത് എന്നൊക്കെ കാണാം. ശിവപുരാണത്തിൽ പറയും. അങ്ങനെ നന്ദികേശ്വരന്റെ അടുത്ത് അവരെല്ലാവരും എത്തിയ ശേഷം ഞങ്ങളൊക്കെ വന്നു ചേർന്നു എന്ന വിവരം നന്ദികേശ്വരനെ ധരിപ്പിക്കുന്നു. എന്താണ് അവരുടെ പ്രാർത്ഥന? ഞങ്ങൾക്ക് ആ ഭഗവത് ദർശനത്തിനുള്ള വഴി ഒരുക്കി തന്നാലും. അങ്ങനെ ആ ഭഗവാനോട്, ചന്ദ്രമൗലീശ്വരനോട്, ആ മഹാദേവനോട് നന്ദികേശ്വരൻ അറിയിക്കുകയാണ്. എല്ലാവരും വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ച് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ദർശനം കൊടുത്തു, എല്ലാവരെയും അനുഗ്രഹിച്ചു. എല്ലാവരും ആ ഭഗവാനെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ആ വിവാഹത്തിനായിട്ടുള്ള ഒരു യാത്ര എന്നാണ്. ദേവന്മാരോടും ഇവിടെ വന്നു ചേർന്ന മറ്റെല്ലാവരോടും കൂടിയിട്ട് അപ്പൊ ഇവിടെ ഇന്ദ്രാദി ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ്, ബ്രഹ്മാവുമൊക്കെ പ്രാർത്ഥിക്കുകയാണ് ശ്രീപരമേശ്വരനോട്. ഭഗവാനെ അവിടുന്ന് അവിടുത്തെ ഈ ഒരു രൂപം, ഈ ശരീരം മുഴുവനും ചിതാഭസ്മം ധരിച്ച് നാഗങ്ങളെ ആഭരണമാക്കിയിട്ട് ആ ഒരു രൂപത്തെ മാറ്റി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ആടയാഭരണങ്ങളെല്ലാം ധരിച്ച് വിവാഹത്തിന് അനുയോജ്യമായ ഒരു രൂപത്തെ സ്വീകരിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് ശരി അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം എന്തായി തീർന്നു? ഈ ഓരോ അംഗങ്ങളും അല്ലെങ്കിൽ അതിലെ ഓരോ ഇപ്പോൾ നാം കാണുന്ന അസ്ഥിമാലകളും നാഗഹാരങ്ങളും നെറ്റിത്തടത്തിലെ തൃക്കണ്ണും അതൊക്കെ മറ്റൊന്നായിട്ട് പരിണമിക്കുകയാണ് ഉണ്ടായത്. ജടാമുടി ഒരു കിരീടമായിട്ട് പരിണമിക്കുകയാണ്. നെറ്റിത്തടത്തിലെ ആ ഒരു തൃക്കണ്ണ്, മൂന്നാം തൃക്കണ്ണ്, അത് ഒരു ഗോരോചനം കൊണ്ടുള്ള ഒരു തിലകം പോലെയായിട്ട് മാറുകയും ഈ നാഗഹാരങ്ങളൊക്കെ തന്നെ രത്ന ആഭരണങ്ങളായിട്ട് കാണപ്പെടുന്നു. ഇതുവരെ ചിതാഭസ്മമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നല്ല കസ്തൂരീഗന്ധം വമിക്കുന്നതായ ആ ഗോരോചനം, കളഭത്തിൻ്റെതായ സുഗന്ധം ശരീരത്തിൽ അങ്ങനെ വ്യാപരിച്ചു. സുന്ദരേശ്വരനായി മാറി എന്നാണ്. ശ്രീപരമേശ്വരനെ പലപ്പോഴും പല സ്തുതികളിലും കാണാം സുന്ദരേശ്വരനായിട്ട് ഉള്ളൊരു രൂപം എന്നാണ്. ശിവപുരാണത്തിൽ കാണാം, അവിടെ ഈ വിവാഹത്തിനായി ദേവന്മാരോടൊപ്പം എഴുന്നള്ളി ഹിമവാന്റെ ആ കൊട്ടാരത്തിലേക്ക് വരുമ്പോ ആ സമയത്തും ഈ ഹിമവാന്റെ പത്നിയായിട്ടുള്ള പാർവതീദേവിയുടെ മാതാവായിട്ടുള്ള മേനയുടെ ഒരു ഭ്രമത്തെ തീർക്കുന്ന ഒരവസരമുണ്ട്. കാരണം ഈ മേനാദേവിക്കും തൻ്റെ പുത്രി പാർവതി ഇത്ര അധികം കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് നേടാൻ പാകത്തിന് എന്ത് മഹിമയാണ് ശിവനുള്ളത്? അത്രയ്ക്ക് സുന്ദരനാണോ? ചില പെൺകുട്ടികൾ എനിക്ക് ഇയാളെ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ
അമ്മമാർക്കാണ് സംശയം. അത്ര കേമനായാള് കണ്ടു കഴിയുമ്പോഴാണ് ഇവനെ കല്യാണം കഴിക്കാനാണോ നീ ഇത്രയധികം കാത്തിരുന്നത് എന്നൊക്കെ ചോദിക്കും. അതേപോലെയാണ് ഇവിടെ മേനയ്ക്കും ഉണ്ടായിരുന്ന ഒരു സംശയം എന്നാണ്. എന്ത് യോഗ്യതയാണ്, അല്ലെങ്കിൽ ഇത്രയധികം ഒരു കാണാൻ സൗന്ദര്യമുള്ള, അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല ആ രൂപം. അപ്പൊ കാണാനുള്ള ഒരു ആഗ്രഹം എന്നാണ്. തൻ്റെ പുത്രിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രതിശ്രുത വരനെ കാണാൻ വേണ്ടി മേന നാരദനോടാണ് ചോദിക്കുന്നത്. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ വരൻ ബന്ധുക്കളോടുകൂടി ആ വിവാഹത്തിനായിട്ട് എഴുന്നള്ളി വരുന്ന ആ മാർഗത്തില് കൊട്ടാരത്തിന്റെ മുകളിലായിട്ട് കാണാൻ പാകത്തിന് വട്ടുപാവിൽ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോ മേന ചോദിക്കുന്നുണ്ട്, ഇതാണോ നാരദ മഹർഷി? അല്ല, അത് ഇന്ദ്രനാണ്, അത് അഗ്നിയാണ്. ഇങ്ങനെ അതിതേജസ്വിയായിട്ടുള്ള ദേവന്മാരൊക്കെ കടന്നു വരുമ്പോഴും മേന അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു വരുമ്പോ മേന പറയുകയാണ്, നാരദ എനിക്ക് സംശയമൊന്നുമില്ല, ഇത് തന്നെയാണ് ശിവൻ. പറഞ്ഞു, അല്ല, അത് ഭഗവാൻ മഹാവിഷ്ണുവാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വലിയൊരു ആരവം കേൾക്കാം. വല്ലാത്തൊരു ശബ്ദം, ഭയാനകമായ ശബ്ദം, ഭയാനകമായിട്ടുള്ള ചില വാദ്യഘോഷങ്ങൾ, ഡക്കാഡമരു പോലുള്ള വാദ്യങ്ങളുടെ ശബ്ദം. തൊട്ടു പിന്നാലെ ഒരു വലിയ പടയാണ്, ശിവഗണങ്ങളെയാണ് ആദ്യം കാണുന്നത് മേന. അത് കണ്ടപ്പോൾ തന്നെ മേനയുടെ പകുതി ഗ്യാസ് പോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. കണ്ടാൽ തന്നെ പ്രാകൃതമായ, ഒന്നും സാമാന്യം പോലെയുള്ള ആരും തന്നെ ഇല്ല ആ കൂട്ടത്തിൽ നിന്നാണ്. അതിവികൃതമായ രൂപികളായിട്ടുള്ള ശിവഗണങ്ങളെ കണ്ടു. ഭയത്തോടു കൂടി ചോദിച്ചു നാരദനോട് മേനാദേവി, ഇതാരാണ് നാരദ? പറഞ്ഞു, അത് ഈ ശിവന്റെ ഗണങ്ങളാണ്. ഇങ്ങനെയുള്ള കൂട്ടര ശിവന്റെ ഒപ്പം. അതെ. അതങ്ങോട്ട് കഴിഞ്ഞു. അവര് വന്നു. തൊട്ടു പിന്നാലെയാണ് ആ ഭഗവാൻ പ്രവേശിക്കുന്നത്. അപ്പൊ നാരദൻ പറഞ്ഞു, ഇതാണ് പാർവതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രീ പരമേശ്വരൻ. അതങ്ങോട്ട് കണ്ടത് മേന ബോധം കെട്ടു വീഴുന്നു. കണ്ടാലേ അതിഭയാനകമായൊരു രൂപം. കാരണം ഭഗവാൻ അറിയാം ഈ പാർവതീദേവിയുടെ മാതാവ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഒരു മായ പ്രയോഗിക്കുകയാണ്. ഒരു മുതുക്കൻ കാളയുടെ പുറത്ത് പുലിത്തോലൊക്കെ ധരിച്ച് കഴുത്തിലും കയ്യിലും എല്ലായിടത്തും ഈ സർപ്പങ്ങളെ ആഭരണമാക്കി ജടയൊക്കെയായി ആകെ ഒരു പ്രാകൃത രൂപം എന്നാണ്. ഭയാനകമായ രൂപം. ഇതങ്ങോട്ട് കണ്ടതും മേന മോഹാലസ്യപ്പെട്ട് വീഴുന്നു. പിന്നീടാണ് ഉണർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണർന്നു. ഋഷിപത്നിമാരും എല്ലാവരും ബന്ധുജനങ്ങളൊക്കെ ചുറ്റും നിന്നു. കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്നത് മേന പിന്നെ ശകാരിക്കാൻ തുടങ്ങി പാർവതിയെ. ഇനി എൻ്റെ പുത്രിയെ വേറെ ആർക്ക് കൊടുത്താലും, ഇനി വിവാഹം കഴിപ്പിച്ചില്ല എങ്കിലും വേണ്ടില്ല, ശിവന് ഞാൻ കൊടുക്കില്ല. അതിലും ഭേദം അവളെ കഴുത്തിൽ കല്ല് കെട്ടിയിട്ട് കടലിൽ താഴ്ത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാനും കരയാനും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് നാരദ മഹർഷി തന്നെ ആ മേനയെ ആശ്വസിപ്പിച്ചു. അതുപോലെ വസിഷ്ഠപത്നിയായിട്ടുള്ള അരുന്ധതി. എന്നിട്ടാണ് ആ വീണ് കിടക്കുന്ന മേനയെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഭഗവാനെ ശ്രീപരമേശ്വരനെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിർത്തി കാണിച്ചു കൊടുത്തു എന്നാണ്. നോക്കൂ എന്നാണ്. അപ്പോഴാണ് മേന അത്ഭുതത്തോടു കൂടി അങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നാണ്. സുന്ദര രൂപത്തിൽ നിന്നാണ്, സുന്ദരേശ്വരനായിട്ട് മേനയ്ക്ക് ദർശനം നൽകി എന്നാണ്. അങ്ങനെ സുന്ദരേശ്വരനായിട്ടാണ് ഭഗവാൻ പുറപ്പെട്ടത്. വേദഘോഷങ്ങളോടും വാദ്യഘോഷങ്ങളോടും ഒക്കെ കൂടിയിട്ടാണ്. താലവൃന്ദങ്ങളൊക്കെ ആയിട്ട് അപ്സര സ്ത്രീകളുണ്ട്, വെൺകൊറ്റക്കുടകളൊക്കെ ധരിച്ചുകൊണ്ടുള്ളവരുണ്ട്. ഗീതങ്ങളെ ഉറക്കെ പാടിക്കൊണ്ടും സൂതമാഗധവന്തികളുടെ ജയശബ്ദം കൊണ്ട് മുഖരിതമായിട്ടാണ് ആ യാത്ര. അങ്ങനെ ഭഗവാൻ നന്ദിയുടെ ഒപ്പം നിന്നാണ്. നന്ദികേശ്വരന്റെ കൈ പിടിച്ചുകൊണ്ടാണ് അവിടുന്ന് പുറപ്പെട്ടത്. അപ്പോൾ ദേവപത്നിമാരുണ്ട്, ഋഷിപത്നിമാരുണ്ട്.
എല്ലാവരും ആ ഹിമവാന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരവേ വേഗം തന്നെ ഹിമവാൻ തന്റെ ബന്ധുക്കളോടുകൂടി, ഇപ്പൊ ഹിമവാൻ പർവ്വതമാണ്, ഹിമാലയം പർവ്വതമാണ്, ബന്ധുക്കളും പർവ്വതങ്ങളാണ്. അപ്പൊ അവരൊക്കെ തന്നെ ഇപ്പൊ പുത്രന്മാരൊക്കെയുണ്ട് ഹിമവാന്റെ, മൈനാകൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ പുത്രന്മാരായിട്ടാണ് പറയുക. എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വരനെയും ബന്ധുക്കളെയും സ്വീകരിക്കുക എന്നുള്ള ചടങ്ങ് അങ്ങനെ സ്വീകരിച്ചു. കാല് കഴുകി കൂട്ടിക്കൊണ്ടുവന്ന് ആ മണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെ ദിവ്യമായ ആ മണ്ഡപത്തിൽ ഭഗവാൻ എത്തിച്ചേർന്നു എന്നാണ്. രുദ്ര സമൂഹത്തോടുകൂടി, രുദ്രഗണങ്ങളോടുകൂടി, ശിവഗണങ്ങളോടുകൂടി, ദേവന്മാരുടെ ഒക്കെ ഒപ്പം ഭഗവാൻ ആ മണ്ഡപത്തിൽ അങ്ങനെ വിരാജിക്കുന്നു. മാതരസപ്തലോകാനാം ദേവതാം പത്നയോമല മുനീനാം പത്നയ സർവാ തഥൈവ അപ്സരസാം ഗണ അഥാതിരാജോ ജനനിം ജഗതാം സഹമേനയാ പുരന്ത്രേ വിശ്വപൗരാണാം അലം ചക്രേ സുമംഗളാം ഗൗരീ കല്യാണ വൈഭോഗം ഗായന്ത്യശ്ച മുദാന്വിത. രാമായണ കഥയിൽ പറയും സീതാകല്യാണം, സീതാകല്യാണ വൈഭോഗം. ഇവിടെ പറഞ്ഞു ഗൗരീ കല്യാണ വൈഭോഗം. നാനാ തീർത്ഥൈ സമാനീതേ അഭിഷേകം അപൂർവത. സനകാദി യോഗീശ്വരന്മാർ, നാരദാദി ദേവർഷികൾ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, അവരെല്ലാവരും ചേർന്ന് ആ ഭഗവാനെ, മഹാദേവനെ മധ്യത്തിലാക്കി ഇരുത്തി മണ്ഡപത്തിൽ ചുറ്റുമായിട്ട് അവരൊക്കെ ഇരുന്നു. ഹിമവാൻ മേനയോടും മറ്റ് പുരസ്ത്രീകളോടും കൂടി പാർവതീദേവിയെ അലങ്കരിച്ച് ദിവ്യ ആഭരണങ്ങൾ അണിയിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ വധൂവരന്മാരെ ആ മണ്ഡപത്തിന്റെ നടുക്കിരുത്തിയിട്ടാണ് പിന്നീട് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട്, സഭയിൽ വെച്ചുകൊണ്ട്, ഗുരുജനങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം, അഗ്നി സാക്ഷിയായിട്ട് വേണം ഈ വിവാഹത്തെ ചെയ്യുവാനാണ്. അപ്പൊ അതിന് ശുഭമായിട്ടുള്ള മുഹൂർത്തമായിരിക്കണം. ഇവിടെ ഹിമവാൻ ആദ്യം തന്നെ ആ ശ്രീപരമേശ്വരന് ഒരിക്കൽ കൂടി കയ്യിൽ ജലമെടുത്ത് ആ ജലം നൽകിയ ശേഷം, കന്യാദാനമാണ്, തൻ്റെ പുത്രിയെ ദാനം ചെയ്യാണ്, കന്യാദാനം എന്നാണ് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എൻ്റെ മകളെ അങ്ങയ്ക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തിയിട്ട് അങ്ങയ്ക്ക് ദാനം ചെയ്യുകയാണ്. താങ്കളുടെ ധർമാചരണത്തിന് ഒപ്പം അങ്ങയെ സഹായിക്കുവാൻ വേണ്ടി, താങ്കൾക്ക് സഹായകമായി വർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ സങ്കല്പം തന്നെ, സഹധർമ്മം ചരത. ഞാൻ എൻ്റെ പുത്രിയെ താങ്കൾക്ക് സഹധർമ്മിണിയായിട്ട് നൽകുകയാണ്, ധർമ്മപത്നിയായിട്ട് പ്രദാനം ചെയ്യുകയാണ്. ദാനമാഹാത്മ്യങ്ങളിൽ പറയും, ഒരു കന്യകാദാനം ചെയ്യാൻ കഴിയുന്ന ഒരു പിതാവിന് ഇതിൽ പരം വളരെ ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മം ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെ ദാനം ചെയ്യുന്നു. ഇവിടെ ആ ഒരു സങ്കല്പം ചൊല്ലിക്കൊണ്ടാണ് പ്രതിഗൃഹീഷ്വ ദേവേശ മമ സായുജ്യതോ ഭവ പ്രതിജഗ്രാഹ ശംഭുസ്താം സർവലോകഹിതായ വൈ കന്യാം കനകസമ്പന്നാം സർവാഭരണഭൂഷിതാം ദാസ്യാമി ശംഭവേതുഭ്യം സർവമംഗള ശോഭനാം. എന്നിട്ടാണ് പാർവതിയുടെ കരം പിടിച്ച് ആ കരത്തെ ഗ്രഹിക്കാനായിട്ട് എന്നാണ്. അപ്പൊ കന്യാദാനത്തോടൊപ്പം തന്നെ വധൂവരന്മാരെ തമ്മിൽ ചേർത്ത് നിർത്തുന്നതായ മറ്റൊരു പ്രക്രിയയാണ് പാണിഗ്രഹണം എന്നുള്ളത്. അവിടെയാണ് വധുവിനെ ആദ്യമായി വരൻ സ്പർശിക്കുന്ന ആ ഒരു സന്ദർഭം എന്നാണ്. അപ്പോഴേ സ്പർശിക്കാൻ പാടുള്ളൂ എന്നാണ്.
അതാണ് ധാർമ്മികമായ അല്ലെങ്കിൽ യുക്തമായ ഒരു രീതി എന്നാണ്. വധുവിനെ വരൻ ആദ്യം സ്പർശിക്കേണ്ടത് ഈ ദിവ്യ മുഹൂർത്തത്തിലായിരിക്കണം, ബന്ധുജനങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം, അഗ്നിസാക്ഷിയായിട്ടായിരിക്കണം. ഇതിപ്പോ അതൊക്കെ പോയിട്ട് കുറെ കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് തീരുമാനിക്കാം വിവാഹം കഴിക്കണോ വേണ്ടയോ, അവിടെ വരെ എത്തി കാര്യങ്ങൾ. നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യണതിന് പോലും പ്രസക്തിയില്ലാത്ത ഒരു കാലമായി കഴിഞ്ഞു. അപ്പൊ അതാണ് അത് വളരെ ഒരു മഹത്വമുള്ള ഒരു കാര്യമായിട്ട്. വിവാഹം എന്ന് പറയുന്നത് കന്യാദാനം, പാണിഗ്രഹണം ഇതൊക്കെ പവിത്രമായ ഒരു കാര്യമായിട്ടാണ് ഇവിടെ ഈ പുരാണങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തരാം. പ്രതീജഗ്രാഹ ശംഭുസ്താം സർവലോഹിതായവി തദോത്സവോ മഹാനാസീൽ ജയ ശബ്ദായ മംഗളേ സർവം ആസീതദോ ഹൃഷ്ടം ജഗൽ സ്ഥാവര ജംഗമം പ്രണയമോ പാർവതീം ദേവ പരമേശം ച ഭക്തിത മുനയശ ഗണാധീശ ആത്മനോ ജ്ഞാനയോഗിന. അങ്ങനെ കന്യാദാനം ചെയ്തു. എന്റെ പുത്രിയെ, സർവമംഗള ശോഭനയായിട്ടുള്ള ഉമയെ, പാർവതിയെ അവിടത്തേക്ക് ശംഭുവായിട്ടുള്ള ഭഗവാന് ഞാൻ ദാനം ചെയ്യുന്നു. ഇവളെ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. അങ്ങനെ ഭഗവാൻ പാർവതിയെ പ്രതിഗ്രഹിച്ചു, പാണിഗ്രഹണം ചെയ്തു, ജയ ജയ ശബ്ദം മുഴങ്ങി. അപ്പൊ അവിടെ ഒരു അപകടം പറ്റിയെന്നാണ്. എന്താ കുഴപ്പം? അധഭീതാ സുരാപ്രോച്ച തതോ മഹീ മഹാഭാരാ ദുഗ്ധാസ ദക്ഷിണോന്നത അതിനീചോത്തരാഭൂയ ത്രാസമം പുനഃപൂർജനാഹതി. ഇത് ഇപ്പോഴാണ് ഈ ശ്ലോകം കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത് വായിക്കുന്നത്. ഈ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോ ഈ കുമാരസംഭവത്തിലൊക്കെ കാളിദാസ കൃതികളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, അവിടെ ഈ ഒരു സന്ദർഭം പറയാനുണ്ട്. ഈ പാർവതി വിവാഹത്തിന്, പാർവതീ സ്വയംവരത്തിന് വേണ്ടി എല്ലാവരും ഹിമവാന്റെ അടുത്ത് ഒത്തുകൂടിയപ്പോ ഒരു അപകടം പറ്റിയെന്നാണ്. എന്താണ്? ഭൂമിയുടെ ഭാരം, അതായത് ഹിമാലയത്തിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ 10,000-കണക്കിന് പേര് അല്ലെങ്കിൽ ഒരേ സമയം ഒരിടത്ത് എല്ലാവരും ഒത്തുകൂടിയാൽ എന്തായി? ഭൂമിയുടെ ഭാരം ഒരു ഭാഗത്ത് വർദ്ധിക്കുകയും മറ്റൊരു ഭാഗത്ത് കുറയുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. തതോ മഹീ മഹാഭാര ദുഗ്ധാസ ദക്ഷിണോന്നത. തെക്കു ഭാഗം ഉയരാൻ തുടങ്ങിയെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭൂപ്രകൃതി വെച്ച് നോക്കിയാൽ ഈ കേരളവും തമിഴ്നാടും ഒക്കെ ഇരിക്കുന്ന ഈ ഭാഗം ഉയരാൻ തുടങ്ങിയെന്നാണ്. കാരണം ഹിമാലയത്തിൽ ഭാരം വർദ്ധിക്കുകയാണ് വടക്കേ അറ്റത്ത്. അങ്ങനെ ഭൂമിയുടെ ഒരു ഭാഗത്ത് ഭാരം വർദ്ധിക്കുകയും മറുഭാഗം ഉയരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു എന്നാണ്. എന്തെങ്കിലും ആപത്ത് പറ്റുമോ? ഭഗവാനോട് പ്രാർത്ഥിച്ചു. ശംഭോ ജയ ജയ ദയാ സിന്ധോ മഹീയാധരോദ്ധര. എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു ഭയപ്പെടേണ്ടതില്ല. എന്നിട്ടാണ് തനിക്ക് സമാനനായിട്ടുള്ള ഒരാളെ വിളിച്ചു. ആരെയാണ് വിളിച്ചത്? ആകെ 2.5 അടി പൊക്കമുള്ള അഗസ്ത്യനെയാണ് വിളിച്ചത്. അഗസ്ത്യ മഹർഷിയെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ, ആ ദക്ഷിണ ഭാഗത്ത് പോയിട്ട് നിലകൊള്ളൂ. അപ്പോൾ വടക്കേ അറ്റത്ത് ബാക്കി എല്ലാവരും നിൽക്കുമ്പോൾ അങ്ങ് പോയിട്ട് തെക്കേ ഭാഗത്ത് നിന്നാൽ മതി, ആ ഭാരം തുല്യമാവും. അപ്പൊ കാഴ്ചയിലല്ല, ആളുടെ വലിപ്പത്തിലല്ല ഭാരം എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുത്തി തന്നു. ഈ അഗസ്ത്യനെ കുറിച്ചിട്ടൊക്കെ പുരാണങ്ങളിൽ, ബ്രഹ്മാണ്ഡ പുരാണത്തിലും ലളിതോപാഖ്യാനത്തിലും ലളിതാ സഹസ്രനാമം ഹയഗ്രീവനിൽ നിന്ന് ഉപദേശമായിട്ട് സ്വീകരിക്കുന്നത് അഗസ്ത്യനാണ്. ഇനി ഇവിടെ അഗസ്ത്യന്റെ മഹാത്മ്യം പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ അഗസ്ത്യന് അപ്പൊ ഒരു സങ്കടമായി. ഭഗവാനെ, ഞാൻ ഈ കല്യാണം കാണാമെന്ന ആളാണ് തൻ്റെ ഭാര്യയായിട്ട് ലോപാമുദ്രയോടുകൂടി. പക്ഷെ ഇപ്പൊ ഭഗവാൻ പറയാണ് അങ്ങ് ആ ദക്ഷിണ ദിക്കിൽ പോയിട്ട് നിൽക്കണം. അപ്പോൾ പറഞ്ഞു അങ്ങക്ക് അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുമെന്നാണ്. എന്നിട്ട് അങ്ങനെ ദക്ഷിണ ഭാഗത്തേക്ക് അഗസ്ത്യനെ അയച്ചു എന്നാണ്. ഭഗവാൻ പറഞ്ഞാൽ പിന്നെ ആ ആജ്ഞയെ പാലിക്കാതിരിക്കാൻ പറ്റില്ല. ആ ആജ്ഞയെ ശിരസ വഹിച്ചുകൊണ്ട് അഗസ്ത്യൻ തൻ്റെ പത്നിയായിട്ട് ലോപാമുദ്രയോടുകൂടി ആ വടക്ക് ദിക്കിൽ നിന്നും പുറപ്പെട്ട്
മലയപർവ്വതത്തെ പ്രാപിച്ചു എന്നാണ്. അപ്പൊ എന്തായി? അതുവരെ ഒരു ഭാഗത്ത് ഒരു വശത്ത് ഭാരം അധികമാകുകയും സമസ്ഥിതിയെ തെറ്റിയതായ ഭൂമി വീണ്ടും പഴയ അവസ്ഥയിലായി തീർന്നു എന്നാണ്. അപ്പൊ അങ്ങനെ തപോബലമുള്ള ആ ഒരു അഗസ്ത്യന്റെ മഹാത്മ്യം കൂടി ഇവിടെ പറഞ്ഞു. തുടർന്ന് ആ വിവാഹത്തിന്റെ ചടങ്ങുകൾ, അഗ്നികർമ്മങ്ങൾ എന്നാണ്. ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, ഈ വൈവാഹിക കർമ്മത്തിൽ വിവാഹത്തിന് അഗ്നികർമ്മം വേണം, അതൊക്കെ ലോകവിധി അനുസരിച്ച് അനുഷ്ഠിക്കണം. കാരണം ആരാണ് അവിടുന്ന്? ലോകത്തിന്റെ മുഴുവനും ഗുരുവാണ്, നാഥനാണ്. ഭഗവാൻ അനുമതി കൊടുത്തു. ബ്രഹ്മാവ് വേഗം തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് അതില് ആജ്യമാഹൂതി, നെയ്യ് ആഹൂതി ചെയ്യുന്നു. അങ്ങനെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കെ സപ്തപതി എന്ന സാപ്തപദം എന്നാണ് വിവാഹത്തിന്റെ മറ്റൊരു ഭാഗമാണ് സപ്തപതി. ആ ഭഗവാൻ പാർവതിയുടെ കാൽപാദത്തെ പിടിച്ച് മുന്നോട്ട് വയ്പ്പിക്കുക എന്നാണ്. അതാണ് സപ്തപതി, 7 ചുവട് മുന്നോട്ട് വയ്പ്പിക്കുന്നു എന്നാണ്. ഭാഗവതത്തിന്റെ ഒരു താത്വികമായ താത്പര്യവും അങ്ങനെയാണ് പറയുക. 7 ദിവസം കൊണ്ടാണ് ഭാഗവത ശ്രവണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം. അതും ഒരു തരത്തിൽ സപ്തപതിയാണ് എന്ന് പറയാറുണ്ട്. അതതിൻ്റെ ഒരു എന്താണ് വേദാന്ത തലത്തിലുള്ള താല്പര്യം. പക്ഷെ സപ്തപതിക്ക് വൈദിക അർത്ഥം മറ്റൊന്നുണ്ട്. വധുവിനോട് വരം ചെയ്യുന്ന ഒരു പ്രതിജ്ഞ തന്നെയാണ് സപ്തപതി. നിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒപ്പം കൂട്ടിക്കൊണ്ടുവരികയാണ്, കൈപിടിച്ച് കൊണ്ടുവരികയാണ്, നമ്മൾ ഒന്നിച്ചിട്ടാണ് ഇനി ഉള്ള ജീവിതം തുടരുന്നത്. ഹേ വധു, നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ, നിനക്ക് അന്നം സുലഭമായി തീരട്ടെ, സന്തതികൾ ഉണ്ടാവട്ടെ, യോഗ്യന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവട്ടെ. ഇങ്ങനെ തുടങ്ങി ഭൗതികമായിട്ടും ഒക്കെയുള്ള എല്ലാ ആ ഐശ്വര്യവും ശ്രേയസ്സും വർദ്ധിക്കട്ടെ എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയും അതിലടങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ആ സപ്തപതിയൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നീട് ദമ്പതിമാരിൽ നിന്നും അനുഗ്രഹം നേടി ആണ്. സുമംഗലികളായിട്ടുള്ളവരുടെ അനുഗ്രഹം നേടണം, ദമ്പതിമാരായിട്ടുള്ളവരുടെ അനുഗ്രഹം നേടണം. ഇതൊക്കെ വിവാഹത്തിന്റെ മുന്നോടിയായി ചെയ്യേണ്ടത് തന്നെയാണ്. അവരുടെയൊക്കെ ആശീർവാദം നേടുക, മാതാപിതാക്കളുടെ, ഗുരുക്കന്മാരുടെ, അവരുടെയൊക്കെ ആശീർവാദം നേടിക്കൊണ്ട് ആണ് ആ സമയത്താണ് രതീദേവി വളരെയധികം സങ്കടത്തോടുകൂടി ആ സഭയിൽ ബാക്കി എല്ലാവരും സന്തോഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രതിയുടെ സങ്കടം എന്താണ്? തൻ്റെ ഭർത്താവ് ആ ശരീരം നഷ്ടപ്പെട്ടവനായി മാറിയിട്ട് കാലം കുറയായി, അനങ്കനായിട്ട്. അപ്പൊ രതിയുടെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ ശക്തി സമേതനായിട്ട് വീണ്ടും ശക്തിയോടുകൂടി ചേർന്നത്. ഇന്നു മുതൽ ഭവതിക്ക് ആ ഭർത്താവിനെ തിരികെ ലഭിക്കും എന്ന് പറഞ്ഞു. എൻ്റേതുൾപ്പെടെ സകലർക്കും ആ കാമൻ അനങ്കതാവായി മാറും. ഇപ്പോൾ മുതൽ കാമാരി എന്നൊരു പേര് കൂടി എനിക്കുണ്ടാവുന്നതാണ്. കാമനെ ഭസ്മമാക്കിയ ആളാണ്, കാമാരിയാണ്. എന്നാൽ ആ കാമനെ ജീവിപ്പിച്ചതും ഭഗവാൻ തന്നെയാണ്. അവിടെ വാസ്തവത്തിൽ അതിന് പ്രേരണയായത് ആരാണ്? ശക്തിയാണ്. കാമസഞ്ജീവന ഔഷധി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ അല്ലേ, കാമനെ വീണ്ടും ജീവിപ്പിക്കാൻ പ്രേരണയായത് ഒരു ഔഷധം പോലെ അതിനുള്ള ബലം ആയത് ദേവിയാണ്. എപ്പോഴാണോ പാർവതീ പരിണയം കഴിഞ്ഞത് അപ്പോഴാണ് കാമൻ വീണ്ടും ജീവിപ്പിക്കപ്പെട്ടത്. അപ്പൊ വിവാഹത്തിന്റെ മറ്റ് ചടങ്ങുകളെല്ലാം അവിടെ പൂർത്തിയാക്കി. തുടർന്ന്
എല്ലാവരും ആ വിവാഹത്തിന് പങ്കെടുത്ത എല്ലാവരും സൽക്കാരാദികളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് മടങ്ങിപ്പോവേണ്ട സമയമായി. പക്ഷെ ഇതിനെ വിസ്തരിക്കുമ്പോൾ ശിവപുരാണത്തിൽ പറയും, ഈ വധുവിനെ കൂട്ടി വരൻ, ശരിക്കും എങ്ങനെയാണ് അതിന്റെ സമ്പ്രദായം? വരൻ വധുവിന്റെ ഗൃഹത്തിൽ വന്ന്, വധുവിന്റെ അടുത്ത് വന്ന്, വധുവിന്റെ ഗൃഹത്തിൽ നിന്നും വിവാഹം ചെയ്ത് തന്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് വേണ്ടത്. അതാണ് ശരിയായ സമ്പ്രദായം. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഈ വധുവിന്, ഈ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും തന്റെ മാതാപിതാക്കളോടുള്ള ഒരു മമത നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് പതുക്കെ പതുക്കെ ഈ താൻ തന്നെ വിവാഹം കഴിച്ച തന്റെ പതിയോട്, തന്റെ ഭർത്താവിനോട് ആയതിനു ശേഷമേ വധുഗൃഹത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാവൂ എന്നാണ്. അപ്പൊ അതിനാണ് ഏതാനും ദിവസം അവിടെ താമസിച്ച ശേഷം കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുകയാണ്. പിന്നീട് അവിടുന്ന് ദേവപത്നിമാരും ഋഷിപത്നിമാരും ഒക്കെ അവിടെ വെച്ച് തന്നെ പാർവതീദേവിക്ക് പതിവ്രതാധർമ്മത്തെ ഉപദേശിച്ചു കൊടുക്കുന്ന സന്ദർഭമൊക്കെ ശിവപുരാണത്തിലാണ് അതൊക്കെ വിസ്തരിക്കുക. അങ്ങനെ അവിടുന്ന് മടക്കയാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് തന്റെ ഗണങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ പാർവതിയോടുകൂടി കൈലാസത്തിലേക്ക് എഴുന്നള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു സംഭവ കാണ്ഡത്തിലെ ആ ഒരു കഥാസന്ദർഭത്തെ സമർപ്പിക്കുന്നത്. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.